കേരള സർക്കാർ ചെയ്തത് എന്താണ്? കേരള സർക്കാർ ഒരു കമ്മീഷൻ നിയമിച്ചു. ഈ റിജിജു പറഞ്ഞ കാര്യം നേരത്തെ ചെയ്തിട്ടുണ്ട്. ഒരു കമ്മീഷൻ നിയമിച്ചിട്ട് അവിടുത്തെ എന്താ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി നിശ്ചയിച്ചു. അത് ഹൈക്കോടതി പോയി. ഹൈക്കോടതി ആ കമ്മീഷൻ വേണ്ട എന്ന് പറഞ്ഞു. അതിനുശേഷം ആ സ്റ്റേ ചെയ്ത് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്ത് ഇപ്പോൾ കമ്മീഷൻ ഉണ്ട്. ഇപ്പോൾ ആ കമ്മീഷൻ ഉണ്ട്. അപ്പം കേരള സർക്കാർ ചെയ്തതാണ് നല്ല നടപടി എന്നുള്ളത് റിജിജു എന്ന് പറയുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സത്യം പറയേണ്ടത് BJP-ക്കാർ എന്താണ് വിചാരിച്ചിരുന്നത്? കേരളത്തിലെ എല്ലാവരെയും ഒരേപോലെ വിഡ്ഢികളാക്കാം എന്നുള്ള നിലയ്ക്കായിരുന്നു. കാരണം മുൻകാല പ്രാബല്യത്തോട് കൂടിയിട്ട് ഈ ഈ നിയമം ഭേദഗതി ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഇത് ഗുണം ചെയ്യൂ എന്നുള്ള കാര്യം കുറേ നാളുകളായിട്ട് കേരളത്തിലെ കോൺഗ്രസും CPM മറ്റുള്ള എല്ലാ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലീഗ് അടക്കമുള്ള പാർട്ടികൾ പറയുന്നത് മുൻകാല പ്രാബല്യത്തോടു കൂടി നിയമം നടപ്പിലാക്കണം എന്നുള്ളത്. പക്ഷേ മുൻകാലം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ ഇന്നത്തോട് വന്ന്. അപ്പം പിന്നെ എന്താണ് ഇനി അങ്ങോട്ട് ആരെങ്കിലും വാക്കാൽ സ്ഥലം ആര് വാക്കാൽ ഇനി സ്ഥലം കൊടുക്കാൻ പോകുന്നു? ആരെങ്കിലും ഇനി പണ്ട് കാലങ്ങളിൽ വാക്കാൽ വകുപ്പിന് സ്ഥലം കൊടുത്തതുപോലെ അല്ലെങ്കിൽ ദാനം കൊടുത്തതുപോലെ ഇന്നത്തെ കാലത്ത് ആരാണ് വാക്കാൽ ദാനം കൊടുക്കാൻ പോകുന്നത്? എല്ലാ രേഖകൾ വേണം, രേഖാടിസ്ഥാനത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒട്ടും ഉത്തരവാദിത്തത്തോടെ അല്ലാത്ത ഒരു സംവിധാനമാണ് ശരിക്കും ചെയ്തിട്ട്. എന്താണ് ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ റിജിജു വീണുപോയി എന്നുള്ളതാണ് സത്യം. എന്താണ് കാരണം ഇതുപോലെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചില്ല, ഇതുപോലെ മറുപടി പറയേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, അതുപോലെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇവിടെ വന്നത് മറ്റുള്ള ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ആന്ധ്രാപ്രദേശിലൊക്കെ പോയിട്ട് പ്രസംഗം നടത്തുന്ന പോലെ പ്രസംഗം നടത്തി കൈയൊക്കെ വീശി കാട്ടി മോദി നന്ദി എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒന്നും നടന്നിട്ടില്ല.